من أصحاب رسول الله رجال عشرة خير الناس بعد الرسل كرام بررة صدقوا العهد مع الرحمن فجزاهم فرحا ومسرة بشراهم بالجنة سبقت يا للبشرى يا للبشرى أولهم والد عائشة زوج رسول الله وبكره أبو بكر أول من آمن الصديق رفيق الهجرة كان يحب رسول الله أبدا ليس يخالف أمره أنفق أعتق لم يتردد يرجو الله فعظم أجره. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وحبيبنا محمد وعلى آله وأصحابه وأتباعه وأهل بيته أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരും ബഹുമാന്യരുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നോമ്പുകളും നമ്മൾ റമദാനിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. പരിശുദ്ധരായ സ്വഹാബത്തെ കിറാമിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവരിൽപ്പെട്ട പ്രമുഖൻ, പ്രധാനി, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് നമ്മളുടെ ചർച്ച. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മഹാനുഭാവൻ അള്ളാഹുവിൻ്റെ തിരുദൂതർ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. അവിടുത്തെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. മഹാനുഭാവൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച പുരുഷന്മാരിൽപ്പെട്ട പ്രധാനിയാണ്. അവ്വലു മൻ ആമന ബിർ റസൂലി ബിത്തിഫാഖി അഹ്ലിൽ അർളി അർബഅ. ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം 4 പേർ ആദ്യമായി മുസ്ലിമായ 4 പേരെ കുറിച്ച് പറയുന്നുണ്ട്. അവ്വലു മൻ ആമന ബിഹി മിൻ റിജാലി അബൂബക്കർ. പുരുഷന്മാരിൽ ഏറ്റവും ആദ്യമായി ഇസ്ലാം സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വമിനൻ നിസാഇ ഖദീജ ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയാണ് സ്ത്രീകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി. വമിനസ് സുബിയാനി അലി റളിയല്ലാഹു അൻ. കുട്ടികളിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവും. വമിനൽ മവാലി സയ്യിദ് ഇബ്നു ഹാരിസ. അടിമകളായിട്ടുള്ള ആളുകളിൽ നിന്ന് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവുമാണ് ഇസ്ലാം സ്വീകരിച്ച വ്യക്തികൾ. നമ്മൾ പറഞ്ഞു വന്നത് പുരുഷന്മാരിൽ നിന്ന് ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അതുപോലെ വിശ്വസിച്ച വ്യക്തി. അതുകൊണ്ടാണ് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത് എന്ന് പോലും കാണാൻ കഴിയുമല്ലോ. ബുഖാരിയിൽ കാണാൻ കഴിയുന്ന ഒരു ഹദീസുണ്ട്. അൻ അബിദ്ദർദാ റളിയല്ലാഹു തആല അൻഹു ഖാല. അബൂദ്ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു ജാലിസൻ ഇൻദ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഞാൻ ഒരിക്കൽ ഇരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. തൻ്റെ വസ്ത്രവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹത്വം പറയുന്നിടത്താണ് ഈ ഹദീസ് കാണാൻ കഴിയുന്നത്. മുട്ടിൻ്റെ ഭാഗം വരെ വസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തിന്, സഹോദരന് എന്തോ ഒരു പ്രയാസം സംഭവിച്ചിട്ടുണ്ട്. എന്തോ ഒരു പ്രയാസം നിങ്ങളുടെ സുഹൃത്തിന് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ അദ്ദേഹം കടന്നു വരുന്നത് എന്ന് അവിടെ ഇരുന്ന സഹാബത്തിനോട് റസൂലുള്ളാഹി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ്റെ അടുത്തേക്ക് കടന്നു വന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, നബിയെ, യാ റസൂലല്ലാഹി ഇന്നഹു കാന ബൈനി വബൈന ഇബ്നുൽ ഖത്താബ് ഷൈഉൻ ഫഅസ്റഅതു ഇലൈഹി സുമ്മ നദിംത്. എൻ്റെയും ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെയും ഇടയിൽ
ചെറിയ ഒരു വാക്തർക്കം, ഒരു പ്രയാസമുണ്ടായി. ഞാൻ വിഷമത്തോടെ വേദനയോടെ എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് പരിഹരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് തന്നെ ഉമറിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് ഞാൻ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പരിഹാരത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തോട് എനിക്ക് പുറത്തു തരാൻ വേണ്ടി ഞാൻ ഫസഅൽതുഹു അൻ യഗ്ഫിറ ലി ഫഅബാ അലയ്യ, അദ്ദേഹത്തോട് ഞാൻ പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു, പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല നബിയെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് കടന്നു വന്നത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, യഗ്ഫിറുല്ലാഹു ലക് യാ അബൂബക്കർ സലാസൻ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 തവണ പുറത്തു തരട്ടെ എന്ന് പറഞ്ഞു. ثم إن عمر ندم فأتى منزل أبي بكر فسأل أثم أبو بكر. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖേദപ്രകടനം നടത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു വിട്ടുവല്ലോ എന്നുള്ള സങ്കടത്തോടു കൂടി, താൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാകാത്തതിൽ വന്ന വിഷമത്തോടു കൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, ഇവിടെ അബൂബക്കറുണ്ടോ? അവിടെ നിന്നുകൊണ്ട് വീട്ടിൽ നിന്ന് മറുപടി വന്നു, ഇവിടെ ഇല്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവും നേരെ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. ഫസല്ലമ അലൈഹി ഫജഅല വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതമഅർ. നബി തങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ മുഖം ചുവന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ വിഷമം തോന്നി, മുഖത്ത് വലിയ ആ ഒരു വിഷമം പ്രകടമായി തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത വഖാല അബൂബക്കർ സദഖ വവാസാനി ബിനഫ്സിഹി വമാലിഹി ഫഹൽ അൻതും താരികൂ ലി സാഹിബയ്യ മറത്തൈൻ. 2 തവണ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേണപേക്ഷിച്ചിട്ടും പൊറുക്കലിനെ ചോദിച്ചിട്ടും അല്ലെങ്കിൽ ക്ഷമാപണം നടത്തിയിട്ടും സ്വീകരിക്കാൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അന്നേരം തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ട് നബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, എന്നെ അള്ളാഹു നിങ്ങളിലേക്ക് പറഞ്ഞയച്ചപ്പോൾ നിങ്ങളിൽ പല ആളുകളും എന്നെ തള്ളിപ്പറഞ്ഞു. ആ സമയത്തൊക്കെ സിദ്ദീഖ് എന്നവർ അബൂബക്കർ എന്നോട് പറഞ്ഞത്, അബൂബക്കർ എന്നെക്കൊണ്ട് വിശ്വസിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് എന്താണോ അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ധനം കൊണ്ടും തൻ്റെ ശരീരം കൊണ്ടും എനിക്ക് വേണ്ടി സമാധാനം നൽകാൻ അബൂബക്കർ തയ്യാറായി. അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് കൂട്ടുകാരനായ ഫഹൽ അൻതും താരികൂലി സാഹിബി, എൻ്റെ കൂട്ടുകാരനെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ, 2 തവണ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇതിന് ശേഷം ഫമാ ഊദിയ ബഅദഹ, ഇതിന് ശേഷം ഈ ഒരു സംഭവത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആരും ഇതുപോലെ ഈ ഒരു രീതിയിൽ പ്രയാസപ്പെടുത്തിയ ചരിത്രം പിന്നീടുണ്ടായിട്ടില്ല. സ്വഹാബത്തിൽ നിന്ന് ആരും അങ്ങനെ പ്രയാസപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ പ്രയാസങ്ങൾ സഹിക്കുവാൻ മുസ്ലിമീങ്ങളിൽ നിന്ന് ആദ്യം തയ്യാറായ വ്യക്തി. ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ അതിന് അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഒരാൾക്കും കടന്നെത്താൻ സാധ്യമല്ല. ആ ഒരു സംഭവമാണ് അദ്ദേഹം ഹബിഷയിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ നിന്നുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരികയും അവിടെ സംരക്ഷണം ലഭിക്കുകയും ചെയ്തതായ ചരിത്രമൊക്കെ നമുക്ക് വിശദമായി നമ്മൾ ചർച്ച ചെയ്തത്. തൻ്റെ ഇസ്ലാമിനെ പ്രഖ്യാപിച്ച സമയത്ത് ഉത്ബത്ത് ബിൻ റബീഅയുടെ ചെരുപ്പ് കൊണ്ടുള്ള അടിയേറ്റ് മൂക്ക് ചതഞ്ഞ് നിലത്ത് വീണ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുഭവിച്ച പരീക്ഷണങ്ങൾ, ഇസ്ലാമിന് വേണ്ടി അനുഭവിച്ച പരീക്ഷണങ്ങൾ വളരെ വിശാലമാണ്. മുസ്ലിമീങ്ങൾ വലിയ പ്രയാസം സഹിച്ച സന്ദർഭത്തിൽ സഹിക്കവയ്യാതെ ഹബിഷയിലേക്ക് നാട് വിട്ടുപോയ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവനെ
വഴിയിൽ വെച്ചുകൊണ്ട് ഇബ്നുദ്ദഗ്ന കാണുകയും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്ത ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. അങ്ങയെപ്പോലെയുള്ള ഒരു വ്യക്തി ഒരിക്കലും പുറത്താക്കപ്പെടാൻ പാടില്ല, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ട ആളാണ് എന്ന് പറഞ്ഞ് ബർക്കുൽ ഖിമാദിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയ ഇബ്നുദ്ദഗ്ന മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തിരിച്ച് മക്കയിലേക്ക് തന്നെ കൊണ്ടുവരികയും ഖുറൈശികൾക്ക് മുമ്പിൽ പോയി അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ആ ഇബ്നുദ്ദഗ്നയോട് ആളുകൾ പറയുകയാണ്, ഖുറൈശികൾ പറയുകയാണ്, മുർ അബൂബക്കർ ഫല്യഅ്ബുദ് റബ്ബഹു ഫീ ദാരി, നിങ്ങൾ അബൂബക്കറിനോട് തൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാഥന് വേണ്ടി അദ്ദേഹം ആരാധന അർപ്പിക്കാൻ പറയുക. ഫല്യുസല്ലി ഫിഹ, അവിടെ വെച്ചുകൊണ്ട് നിസ്കരിച്ചോട്ടെ. ഫല്യഖ്റഉ മാഷ, അവിടെ വെച്ചുകൊണ്ട് ഓതിക്കോട്ടെ. വലാ യുഅ്ദീന ബിദാലിക്, അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ അതുകൊണ്ട് പ്രയാസപ്പെടുത്താൻ പാടില്ല. വലാ യസ്തഅലിന ബിഹ വലാ യസ്തഅലിന ബിഹി, അയാൾ അതുകൊണ്ട് ഞങ്ങളെ ആരെയും ഞങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ അയാളോട് താക്കീത് ചെയ്യണമെന്ന് ഇബ്നുദ്ദഗ്നയോട് ഖുറൈശികൾ പറയുകയാണ്. ഇത് വന്നുകൊണ്ട് ഇബ്നുദ്ദഗ്ന അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്പസമയമൊന്ന് ശാന്തനായി നിന്നതിന് ശേഷം പറയുകയാണ്, ഞാൻ എൻ്റെ ഇസ്ലാമിനെ, ഞാൻ എൻ്റെ ഈമാനിനെ ഒരിക്കലും അടക്കി വെക്കാൻ അല്ലെങ്കിൽ മറച്ചു വെക്കാനല്ല ആഗ്രഹിക്കുന്നത്. അങ്ങ് എനിക്ക് നൽകിയ സംരക്ഷണം അതിനൊരു പ്രയാസമാണ് എങ്കിൽ ആ സംരക്ഷണം അങ്ങ് പിൻവലിച്ചു കൊള്ളുക എന്ന് പറയുകയാണ്. തൻ്റെ വീട്ടിൽ തന്നെ ഒരു പള്ളി ഉണ്ടാക്കുകയും ഒരു പള്ളി പോലെ ഉണ്ടാക്കുകയും അവിടെ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുകയും നിസ്കരിക്കുകയും ആരാധനാകർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്തപ്പോൾ ഇത് കേട്ടുകൊണ്ട് ഖുറൈശികളിലെ സ്ത്രീകളും അവിടെയുള്ള ആളുകളും പലരും ആകൃഷ്ടരാകാൻ തുടങ്ങിയത് അവരുടെ ശ്രദ്ധയിൽ വരികയാണ്. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ മഹാനുഭാവൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുമായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഖുറൈശികളിലെ പല ആളുകളും, ചഞ്ചലഹൃദയരായിട്ടുള്ള ആളുകൾ പലരും ഇസ്ലാമിലേക്ക് കടന്നു വരുമോ എന്നായിരുന്നു ഖുറൈശികളിലെ പ്രമുഖന്മാരുടെ പേടി. അവർ ഇബ്നുദ്ദഗ്നയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ഇന്ന കുന്ന അജർന അബൂബക്കർ ബിജിവാരിക് അല അൻ യഅ്ബുദ റബ്ബഹു ഫി ദാരി, നിങ്ങൾ പറഞ്ഞ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ടാണ് അബൂബക്കറിന് സംരക്ഷണം നൽകാൻ തയ്യാറായത്. പക്ഷേ അബൂബക്കർ ഇപ്പോൾ തൻ്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരുപാട് നിസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അത് ഞങ്ങളുടെ ആളുകളെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഞങ്ങളുടെ പെണ്ണുങ്ങളും ഞങ്ങളുടെ കുട്ടികളുമൊക്കെ അതിൽ ആകൃഷ്ടരാകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോടത് വിലക്കണമെന്ന് പറയുകയാണ്. അല്ലാത്ത പക്ഷം അങ്ങയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അബൂബക്കറിനെ അങ്ങ് പുറത്തുവിടണം, അങ്ങ് കൊടുത്ത സംരക്ഷണം അങ്ങ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ സംഭവം വന്നുകൊണ്ട് ഇബ്നുദ്ദഗ്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫഇന്നി അറദ്ദു ഇലൈക ജിവാറക് വഅർലാ ബിജിവാരില്ലാഹി അസ്സ വജൽ, അങ്ങേക്ക് നൽകിയ സംരക്ഷണം അങ്ങേക്ക് പ്രയാസകരമായ ഈ ഘട്ടത്തിൽ ഞാനത് അങ്ങേക്ക് തന്നെ തിരികെ നൽകുകയാണ്. എനിക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം മാത്രം മതി എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കൊടുക്കുന്ന മറുപടി. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങളെ ആദ്യമായി ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറായ, പ്രതിരോധിക്കുവാൻ തയ്യാറായ വ്യക്തിയും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്നെയാണ്. ഖുറൈശികളായിട്ടുള്ള ആളുകൾ മക്കയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കുവാനും കൊല്ലുവാനും ശ്രമം നടത്തിയപ്പോൾ അവിടെ ആദ്യമായി പ്രതിരോധം തീർത്തത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സഅൽതു അബ്ദുല്ലാഹി ഇബ്നു അംർ അൻ അശദ്ദി മാ സനഅൽ മുശ്രികൂന ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിച്ച ഏറ്റവും വലിയ കൊടും ക്രൂരതയെക്കുറിച്ച്, ഏറ്റവും വലിയ പ്രയാസത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞത്, റഅയ്തു ഉഖ്ബത ഇബ്നു അബി മുഅയ്യിത്ത് ജാഅ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുസല്ലി ഫവളഅ റിദാഅഹു. ഉഖ്ബത ഇബ്നു അബി മുഅയ്യിത്ത് എന്ന താന്തോന്നിയായ മനുഷ്യൻ ജാഅ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളിലേക്ക് വരികയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കെ അവൻ്റെ
ആ ഉഖ്ബത്ത് ബിൻ മുഈത്തിൻ്റെ തട്ടം കൊണ്ട് നബി തങ്ങളുടെ കഴുത്തിന് ചുറ്റുകയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഫജാ അബൂബക്കർ ഹത്താ ദഫഅഹു അൻഹു ഫഖാൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അദ്ദേഹത്തെ തള്ളിമാറ്റി പ്രതിരോധം തീർത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രക്ഷിച്ചുകൊണ്ട് പറയുകയാണ്, അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅക്കും ബിൽ ബയ്യിനാതി മിൻ റബ്ബിക്കും. തൻ്റെ നാഥൻ, തൻ്റെ രക്ഷിതാവ് ഏകനാണ്, അള്ളാഹുവാണ് എന്ന് പറഞ്ഞ കാരണത്താൽ നിങ്ങളൊരു മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്നവിടുന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നു ഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പ്രയാസത്തെ, ഒരു വലിയ അപകടത്തെ അവിടുന്ന് പ്രതിരോധം തീർത്തുകൊണ്ട് രക്ഷപ്പെടുത്തുകയാണ്. കച്ചവടത്തിലൂടെ നേടിയെടുത്ത തൻ്റെ സമ്പത്ത് അത് ദീനിൻ്റെ കാര്യത്തിൽ ചെലവഴിക്കുവാൻ യാതൊരു മടിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നില്ല. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസിൻ്റെ ഏറ്റവും അങ്ങേ തലക്കലുള്ളത്. മഹാനുഭാവൻ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ നഫഅനി മാലുൻ ഖത്തു മാ നഫഅനി മാലു അബീ ബക്കർ ഫബക അബൂബക്കർ റളിയല്ലാഹു അൻഹു. എനിക്ക് അബൂബക്കറിൻ്റെ സമ്പത്ത് ഉപകരിച്ചതുപോലെ ഒരാളുടെയും സമ്പത്ത് എനിക്ക് ഉപകാരം ചെയ്തിട്ടില്ല. വഖാൽ, ആ സമയത്ത് ഫബക അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ടമിടറി അവിടുന്ന് കണ്ണുകൾ നനഞ്ഞു, കരഞ്ഞു. വഖാല വഹൽ അന വമാലി ഇല്ലാ ലക യാ റസൂലല്ലാഹ്. നബിയെ, ഞാനും എൻ്റെ സമ്പത്തും അങ്ങേക്ക് ഉള്ളതല്ലേ നബിയെ എന്നവിടുന്ന് ചോദിക്കുകയാണ്. ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും, കാന യഖ്ലി ഫീ മാലി അബീ ബക്കർ കാന യഖ്ലി ഫീ മാലി നഫ്സി. തൻ്റെ സ്വന്തം സമ്പത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നുവോ അതേപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്പത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെലവഴിച്ചിരുന്നതായിട്ട് കാണാൻ കഴിയുമെന്ന് മഹാന്മാരായ സഹാബത്തെ കിറാം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ തിരുദൂതർക്ക് അവിടുത്തെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അവിടുത്തെ സമ്പത്ത് മുഴുവനും ദീനിൻ്റെ പുരോഗതിക്കു വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്. അള്ളാഹുവിൻ്റെ ദീൻ പുൽകിയ കാരണത്താൽ പാവപ്പെട്ട ആളുകളായിട്ടുള്ള അടിമകളെ മോചിപ്പിക്കുവാനും അവർക്ക് ചെലവിന് കൊടുക്കുവാനും അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കുവാനുമാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചിരുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അബൂബക്കർ സയ്യിദുന വ അഅതക സയ്യിദന യഅനി ബിലാലൻ. അബൂബക്കർ ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ നേതാവായ മറ്റൊരു നേതാവായ ബിലാലിനെ അദ്ദേഹം മോചിപ്പിക്കുകയും ചെയ്തു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിൻ്റെ അടിയേറ്റ് പ്രഹരമേറ്റുകൊണ്ട് കിടക്കുന്ന സമയത്ത് ആ അടിയിൽ നിന്നും മോചിപ്പിക്കുവാൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് തയ്യാറായത്. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ സമ്പത്ത് ചെലവഴിക്കാനും റസൂലുള്ളാഹിൻ്റെ കൂടെ നിൽക്കുവാനും സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായി എന്ന കാരണത്താൽ ആദ്യകാലത്ത് സ്വഹാബത്ത് ചെയ്തതായിട്ടുള്ള ദാനധർമ്മങ്ങളുടെയും ചെലവഴിക്കലിൻ്റെയും മഹത്വം ഒരിക്കലും പിൽക്കാലത്തുള്ള ആളുകൾക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, ലാ തസുബ്ബു അസ്ഹാബി ഫവല്ലദീ നഫ്സി ബിയദിഹി ലൗ അൻഫഖ അഹദുക്കും മിസ്ല ഉഹദിൻ ദഹബ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു. എൻ്റെ സ്വഹാബത്തിനെ നിങ്ങൾ ആരും ചീത്ത പറയരുതേ, അവരെ ആരും നിങ്ങൾ ആക്ഷേപിക്കരുതേ. അള്ളാഹു തന്നെ സത്യം, നിങ്ങളാരെങ്കിലും ഉഹദ് പർവ്വതത്തോളം ചെലവഴിച്ചാൽ പോലും എൻ്റെ സഹാബത്തെ കിറാമിൽപ്പെട്ട ഒരാൾ ചെലവഴിച്ചതിൻ്റെ അടുത്തേക്കെത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അവർ ചെലവഴിച്ചതിൻ്റെ പകുതി പോലും നിങ്ങൾക്ക് എത്തിക്കാൻ സാധ്യമല്ല. അതാണ് അവരുടെ മഹത്വമെന്ന് മഹാനായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്ന സമയത്ത് 40,000 ദിർഹം അദ്ദേഹത്തിൻ്റെ തൻ്റെ കൈവശമുണ്ട്. ഫഅൻഫഖഹ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അത് മുഴുവനും അദ്ദേഹം ചെലവഴിച്ചു. അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ, ആമിർ ഇബ്നു ഫുഹൈറയെ, ജന്നീറ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ, നഹ്ദിയയെ, അവരുടെ മകളെ, ജാരിയ ബനിൽ മുഅമ്മലിനെ, ഉമ്മു ഉബൈസിനെ, എല്ലാവരെയും അടിമകളായിട്ടുള്ള ഇതുപോലെയുള്ള ഒരുപാട് അടിമകളെ അദ്ദേഹം മോചിപ്പിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ അടിമകളായിട്ടുള്ള ആളുകൾക്ക് സ്വന്തമായ ഒരു നിലപാടെടുക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പുൽകാൻ തയ്യാറായി വന്ന ആ പാവങ്ങളെ, ദീനിൻ്റെ കാര്യത്തിൽ പ്രയാസം സംഭവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട്, ദീനിൻ്റെ കാര്യത്തിൽ അവർക്ക് നിലകൊള്ളാൻ അവർക്ക് ശക്തി പകർന്നുകൊണ്ട് തൻ്റെ സമ്പത്തിനെ മുഴുവനും അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറായി എന്നുള്ളതാണ്. അവിടുന്ന് ഒരുപാട് ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് ചെലവിന് കൊടുത്തിരുന്നു. അതിൽപ്പെട്ട ഒരു സംഭവമാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇറങ്ങിയ ഒരു ആയത്ത്. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മഹോന്നതി കരഗതമാക്കിയ സമ്പത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവുമുള്ള ആളുകൾ ഒരിക്കലും സമ്പത്ത് ചെലവഴിക്കുകയില്ല എന്ന് ഒരിക്കലും ശപഥം ചെയ്യാൻ പാടില്ല. ഈ ആയത്ത് ഇറങ്ങുന്നത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിലാണ്. മിസ്തഹ് ബിൻ ഉസാസ എന്ന് പറയുന്ന ഒരു മനുഷ്യന് കുടുംബബന്ധത്തിലുള്ള ആളാണ്. വളരെ അകന്ന ഒരു കുടുംബബന്ധം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായിട്ടുള്ള വ്യക്തിയാണ് മിസ്തഹിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവിന് കൊടുത്തിരുന്നു. ആ മിസ്തഹ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രേയസിയും ഭാര്യയുമായ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ട ഒരു കളവ് അവിടെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു സംഭവം നമുക്കറിയാം. മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിയുടെ അടുത്ത്, ആയിഷ ബീവി മുസ്ലിമീങ്ങൾ യുദ്ധത്തിൽ നിന്ന് തിരികെ വരുന്ന സന്ദർഭത്തിൽ ഒട്ടകക്കട്ടിൽ നിന്ന് താൻ പുറത്തേക്കിറങ്ങുകയും തൻ്റെ ആവശ്യ നിർവഹണത്തിനു വേണ്ടി പുറത്തേക്കിറങ്ങുകയും അത് കഴിഞ്ഞെത്തുന്നതിന് മുമ്പ് യാത്രാസംഘം കടന്നു പോവുകയും ചെയ്ത സമയത്ത് മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു വന്ന് കാണുകയും അദ്ദേഹം ആയിഷ ബീവിയെ അവിടെ നിന്ന് എത്തിക്കുകയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ആ ഒരു സാഹചര്യത്തെ ആളുകൾ ഒരു സംശയത്തിൻ്റെ നിഴലിൽ കാണുകയും അവിടെ ഒരു കിംവദന്തി പരക്കുകയും ചെയ്തു. ഒരുപാട് മുനാഫിക്കീങ്ങളായിട്ടുള്ള ആളുകൾ ആ ഒരു തെറ്റിദ്ധാരണ പരത്തുവാൻ കാരണക്കാരായിട്ടുണ്ട്. അവരുടെ തെറ്റിദ്ധാരണയിൽ വീണുപോവുകയും അവരുടെ ആ ഒരു അഭിപ്രായത്തോട് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്ന കാരണത്താൽ മിസ്തഹിന് കൊടുത്തുകൊണ്ടിരുന്ന ചെലവ് ഇനി കൊടുക്കുകയില്ല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രയാസത്തിൽ, ഒരു പ്രതിസന്ധിയിൽ അവിടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ആയിഷ ബീവി എന്ന തൻ്റെ മകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വന്തം മകൾ എന്നതിനേക്കാൾ റസൂലുള്ളാഹിൻ്റെ ഭാര്യയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ഒരിക്കലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ സമ്പത്തിന് അദ്ദേഹത്തിന് വേണ്ടി ചെലവഴിക്കുകയില്ല എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടുന്ന് ശപഥം ചെയ്യുമ്പോൾ, അത് വിശുദ്ധമായ ഖുർആൻ കണ്ടുകൊണ്ട് അതിനെ താക്കീതെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ശപഥം ചെയ്യുക എന്നുള്ളത് ശരിയല്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അള്ളാഹു ഗഫൂർ റഹീം എന്നാണ് വിശുദ്ധ ഖുർആൻ ആയത്തിൻ്റെ അവസാന ഭാഗം. ആ സമയത്ത് ഖുർആൻ ഇറങ്ങിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബലാ വല്ലാഹി അഹബ്ബു അൻ യഗ്ഫിറ ലീ ഫഅഅദ അലൈഹി നഫഖ. അദ്ദേഹം പറയുകയാണ്, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് അള്ളാഹു പുറത്തു തരുന്നത് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും മിസ്തഹിന് ചെലവിന് കൊടുക്കാൻ തയ്യാറാവുകയാണ്. സമ്പത്ത് ആദ്യം ചെലവഴിച്ച ആളുകളുടെ മഹത്വം
പിന്നീട് വന്ന ആളുകൾക്ക് ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅലമു ദറജതൻ മിനൽ ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു. ഒരിക്കലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാമിന് വിജയം സംഭവിക്കുന്നതിന് മുമ്പ് ചെലവഴിച്ച ആളുകളും യുദ്ധം ചെയ്ത ആളുകളും അതിനുശേഷം വന്ന ആളുകളും ഒരിക്കലും തുല്യരാവുകയില്ല. ആദ്യം ചെയ്ത ആളുകൾ യുദ്ധം ചെയ്യാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിൽക്കുവാനും സമ്പത്ത് യഥാവിധി ദീനിന് വേണ്ടി ചെലവഴിക്കാനും തയ്യാറായിട്ടുള്ള ആളുകൾ, അവർക്കാണ് അള്ളാഹു വലിയ മഹത്വം നൽകിയിട്ടുള്ളത്. അവർക്ക് ശേഷം വന്ന് യുദ്ധം ചെയ്യുവാനും സമ്പത്ത് ചെലവഴിക്കുവാനും തയ്യാറായവരേക്കാൾ മഹത്വവും ഉന്നതിയും അവർ കരഗതമാക്കിയിട്ടുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ കാണാൻ കഴിയും. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് മറ്റാരേക്കാളും ആ വിഷയത്തിൽ മഹോന്നതി കരഗതമാക്കാൻ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധ്യമായിട്ടുണ്ട്. സമ്പത്ത് നന്നായിട്ടുണ്ടായിരുന്ന ആളാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന് പോലും ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കെത്താൻ സാധിച്ചിരുന്നില്ല. പല സംഭവങ്ങളും നമുക്കറിയാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് സ്വതക്ക ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ പക്കലുള്ള സമ്പത്തിൻ്റെ പകുതിയോളം ഞാൻ കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തുർമുദി അബൂദാവൂദും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും, എന്താണ് മാ അബ്ഖൈത ലി അഹ്ലിക് എന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. അവിടുന്ന് പറഞ്ഞു, മിസ്ലഹു, ഇതുപോലത്തെ ഒരു ഭാഗം ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് നബി എന്ന് പറഞ്ഞു. ഫഅത അബൂബക്കർ ബികുല്ലി മാ ഇൻദഹു, എല്ലാ സമ്പത്തുമായി കയ്യിലുണ്ടായിരുന്ന മുഴുവനും കൊണ്ട് റസൂലുള്ളാഹിൻ്റെ പക്കലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ഫഖാല യാ അബൂബക്കർ മാ ബഖൈത ലി അഹ്ലിക്, എന്താണ് അബൂബക്കർ അങ്ങയുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ്, അബ്ഖൈതു ലഹുമുല്ലാഹ വ റസൂല, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചത് അള്ളാഹുവിനെയും അവിടുത്തെ പ്രവാചകനെയും റസൂലിനെയുമാണ്. ഇത് കേട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു ലാ ഉസാബിഖുഹു ഇലാ ഷൈഇൻ അബദ, എനിക്കൊരിക്കലും ഇനി സിദ്ദീഖിനോട് മത്സരിക്കുവാൻ, സമ്പത്ത് ചെലവഴിക്കുന്ന കാര്യത്തിൽ മത്സരിക്കുവാൻ എനിക്ക് സാധ്യമല്ല. അത്രത്തോളം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഏറ്റവും വലിയ സന്മനസ്സ് കാണിച്ച വ്യക്തിയായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ദശാസന്ധികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും താൻ നബിയുടെ കൂടെ ഉണ്ടാകണമെന്ന് വലിയ രീതിയിൽ ആഗ്രഹിച്ചിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെയാണല്ലോ മഹാനുഭാവന് ലോകത്ത് ഒരാൾക്കും ലഭ്യമായിട്ടില്ലാത്ത വലിയ ഒരു അനുഗ്രഹം ഹിജ്റയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കൂട്ടാളിയായി കടന്നു പോകുവാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ള വലിയ ഭാഗ്യം അത് നേടിയെടുക്കാൻ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കുന്നുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, എനിക്ക് എൻ്റെ കൈവശമുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം ഞാൻ അങ്ങേക്ക് തരാൻ തയ്യാറാണ് സിദ്ദീഖ് എന്നവരെ. അങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂട്ടുപോയ ആ ഒരു രാത്രിയുണ്ടല്ലോ, ഹിജ്റയുടെ രാത്രിയുണ്ടല്ലോ, ഗാറ സൗറിൽ അങ്ങ് റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുത്ത ആ ഒരു രാത്രി, അങ്ങ് നേടിയെടുത്ത മഹോന്നതിയുടെ മഹാപ്രതിഫലത്തിൻ്റെ ആ ഒരു രാത്രിയുടെ പ്രതിഫലം അങ്ങ് എനിക്ക് പകരമായി തരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, എനിക്കെങ്ങനെ തരാൻ, ഞാൻ എങ്ങനെ തയ്യാറാകാനാണ്? എൻ്റെ ഹബീബിനോട് ഞാൻ കാണിച്ച സ്നേഹത്തിൻ്റെ പ്രതിഫലം ഞാൻ ഒരാൾക്കും കൊടുക്കാൻ തയ്യാറല്ല എന്ന് അവിടുന്ന് തിരിച്ച് പുഞ്ചിരിയോടുകൂടി മറുപടി കൊടുക്കുകയാണ്. ആ ഹിജ്റയുടെ വേളയിൽ അള്ളാൻ്റെ റസൂലിന് കൂട്ടുകാരനായി കടന്നു പോകുമ്പോൾ വിശുദ്ധമായ ഖുർആൻ ആ സംഭവത്തെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹു ഇദ് അഖറജഹുൽ ലദീന കഫറൂ സാനിയ ഇസ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി
ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. വിശുദ്ധമായ സൂറത്ത് തൗബയിലെ 40-ാമത്തെ ആയത്തിൽ നമുക്കിത് കാണാൻ കഴിയും. നിങ്ങൾ അക്രമികൾ അള്ളാഹിൻ്റെ റസൂലിനെ സഹായിച്ചിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾക്കൊന്നും വരാനില്ല. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിലും ഒന്നും വരാൻ പോകുന്നില്ല. അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും പുറത്താക്കിയ സന്ദർഭത്തിൽ തൻ്റെ രണ്ട് പേരിൽ രണ്ടാമനായി ഗുഹയിൽ കഴിയുന്ന സമയത്ത് ഇത് ഹുമാ ഫിൽ ഗാർ, രണ്ടുപേരും ഗുഹയിൽ കഴിയുമ്പോൾ തൻ്റെ കൂട്ടുകാരനോട് ഭയപ്പെടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അങ്ങ് ബുദ്ധിമുട്ടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭത്തിൽ ആ ഗുഹയിൽ വെച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് സഹായം നൽകിയിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത, നിങ്ങൾക്ക് ഗോചരമല്ലാത്ത ഭാഗത്തുകൂടെ ആ വഴിയിലൂടെ അള്ളാഹു അവർക്ക് സഹായം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹിൻ്റെ റസൂലിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭയം. അല്ലാതെ തൻ്റെ നഫ്സിന്, തൻ്റെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ളതായിരുന്നില്ല അവിടുത്തെ ഭയം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നളർത്തു ഇലാ അഖ്ദാമിൽ മുശ്രിക്കീന അലാ റൂസിന, ഞങ്ങളുടെ തലഭാഗത്തുകൂടെ ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകളുടെ കാൽപാദമാണ്. വനഹനു ഫിൽ ഗാർ, ഞങ്ങൾ ഗുഹയിൽ, സൗറിൻ്റെ ഗുഹയിൽ, ഗാറിൽ ഞങ്ങൾ കഴിയുമ്പോൾ അവിടുന്ന് കാണാൻ കഴിയുന്ന കാഴ്ചയതാണ്. ഫഖുൽതു യാ റസൂലല്ലാഹ് ലൗ അന്ന അഹദഹും നളറ ഇലാ ഖദമൈഹി ലഅബ്സറന, അവരിൽ നിന്ന് ആരെങ്കിലും താഴേക്ക് അവരുടെ കാൽപാദത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നബിയെ അവർ നമ്മളെ കാണുമല്ലോ. ഫഖാല യാ അബൂബക്കർ മാ ളന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ, അബൂബക്കറെ, രണ്ടുപേരുടെ കാര്യത്തിൽ നീ എന്താണ് കരുതിയത്? അള്ളാഹു അവരുടെ കൂടെ മൂന്നാമനായി സഹായിയായി ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞ ആ ഒരു സന്ദർഭത്തെയാണ് വിശുദ്ധമായ ഖുർആൻ വളരെ ഭംഗിയായി, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. അള്ളാഹിൻ്റെ തിരുദൂതർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതി ഹിജ്റയുടെ വേളയിൽ കടന്നു പോകുമ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലതുഭാഗത്ത് കാന യംഷി അമാമഹു താറ വവറഅഹു താറതൻ, മുൻഭാഗത്തുകൂടെ ചില സമയത്ത് നടക്കും, കുറച്ച് കഴിയുമ്പോൾ പിൻഭാഗത്തിലൂടെ നടക്കും. ഇത് കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാലക് യാ അബൂബക്കർ, അബൂബക്കറെ എന്തുപറ്റി ഇങ്ങനെ? കുറച്ച് സമയം മുൻഭാഗത്തിലൂടെ നടക്കും, അല്പം കഴിയുമ്പോൾ അങ്ങ് എൻ്റെ പിൻഭാഗത്തു കൂടെയും നടക്കും. അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് അഖാഫു അൻ തുഅതാ മിൻ ഖൽഫിക ഫഅതഅഖർ വഅഖാഫു അൻ തുഅതാ മിൻ അമാമിക ഫഅതഖദ്ദം. നബിയെ, അങ്ങയുടെ മുൻപിലൂടെ എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു അപകടം അങ്ങേക്ക് വന്നാൽ ഞാൻ ബാക്കിലായി പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ മുമ്പിലേക്ക് വരുന്നത്. മുമ്പിലെത്തുമ്പോൾ എനിക്ക് തോന്നുന്നു നബിയെ, അങ്ങയുടെ പിന്നിൽ നിന്ന് ആരെങ്കിലും അങ്ങ് ആക്രമിക്കുമോ, അങ്ങേക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പിന്നിലേക്ക് വരുന്നത്. നോക്കണം, റസൂലുള്ളാഹി തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ വലിയ ഉദാഹരണമായി മാറുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ഹിജ്റയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന രംഗം വിവരിച്ചുകൊണ്ട് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഫബൈനമാ നഹ്നു യൗമൻ ജുലൂസ് ഫീ ബൈതിനാ ഫീ നഹ്റിൽ ളഹീറ, ഒരു ഉച്ച സമയത്ത് ഞങ്ങളെല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ വരുന്നുണ്ട്, ആയിഷ ബീവി അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ പറയുകയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ റസൂൽ കടന്നു വരുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫിദൻ ലഹു അബി വ ഉമ്മി വല്ലാഹി ഇൻ ജാഅ ബിഹി ഫി ഹാദിഹി സഅഅത്തി ഇല്ലാ ലി അംർ. ഈ സമയത്ത് റസൂലുള്ളാഹി കടന്നു വരുന്നത് എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ അല്ലാതെ ആവുകയില്ല. ആ സമയത്ത് നബി തങ്ങൾ കടന്നു വന്ന് അനുവാദം ചോദിച്ച്
വീട്ടിലേക്ക് പ്രവേശിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്രിജ് മൻ ഇൻദക്, അബൂബക്കർ അങ്ങയുടെ അടുത്തുള്ള ആളുകളെ അങ്ങ് മാറ്റി നിർത്തണം, കുറച്ച് രഹസ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനുണ്ട്. അവിടുന്ന് പറഞ്ഞു, നബിയെ ഇന്നമാഹു മഹ്ലുക് ബി അബി അൻത യാ റസൂലല്ലാഹ്, നബിയെ അത് അങ്ങയുടെ അഹ്ലല്ലേ, അങ്ങയുടെ കുടുംബമല്ലേ അത്, എൻ്റെ മകളും അങ്ങയുടെ ഭാര്യയുമായ ആയിഷയാണല്ലോ അവിടെയുള്ളത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖാല നഅം ഖാല ഫഇന്നി ഖദ് ഉദിന ലീ ഫിൽ ഖുറൂജ്, പുറപ്പെടാൻ, നാട്ടിൽ നിന്ന് പോകാൻ, ഹിജ്റ പോകുവാൻ എനിക്ക് അനുവാദം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹിജ്റ പോകുവാൻ എനിക്ക് അനുവാദം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ സമയത്ത് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഫസ്സുഹ്ബത്തു ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയുടെ കൂടെ ഞാനും വരട്ടെയോ, അങ്ങയുടെ കൂടെ ഞാനും ഈ ഘട്ടത്തിൽ സഹായത്തിനു വേണ്ടി ഞാൻ അങ്ങയുടെ കൂടെ കൂടട്ടെയോ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ നഅം എന്ന് വാക്ക് പറഞ്ഞ് കഴിയുമ്പോഴേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു മനുഷ്യൻ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുന്ന രംഗം എൻ്റെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞതുപോലെ ഒരിക്കലും ഞാൻ പിന്നീട് അതിനു മുമ്പോ കണ്ടിട്ടില്ല. അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് സ്നേഹിച്ചിരുന്നു. ആ ഹിജ്റയുടെ വേളയിൽ ആർക്കും കാണാൻ കഴിയാത്ത സൈന്യത്തെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് സഹായം നൽകിയെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ഹിജ്റയുടെ വേളയിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പിടികൂടുവാൻ വേണ്ടി മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ എല്ലാവരും നാനാഭാഗത്തിലൂടെയും കടന്നു വന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ പിന്നാലെ ഇപ്പോൾ തന്നെ പിടികിട്ടുമെന്ന ഘട്ടത്തിലേക്ക് സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ കൺവട്ടത്തേക്ക് നബിതങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും എത്തിയ സന്ദർഭവും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ആ സമയത്ത് നബിയെ സുറാഖ് നമ്മുടെ അടുത്തേക്ക് എത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖെ അങ്ങ് ഭയപ്പെടേണ്ടതില്ല, ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൾ ഉയർത്തി സുറാഖയ്ക്ക് എതിരിൽ പ്രാർത്ഥിക്കുകയും ഫർത്തമതത് ഫറസുഹു ഇലാ ബത്നിഹ, വയറ് കുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കുതിര നിലം പതിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കായി പോവുകയും ചെയ്തു. അവിടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, കാണാൻ കഴിയാത്ത സൈന്യത്തെ കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സിദ്ദീഖ് എന്നവർക്കും സംരക്ഷണം കൊടുത്തു. നിങ്ങളാരും സംരക്ഷണം കൊടുത്തിട്ടില്ലെങ്കിലും അല്ലാഹു നബിയെ സംരക്ഷിക്കുമെന്നുള്ള വിശുദ്ധമായ ഖുർആൻ്റെ വാക്യം അവിടെയാണ് പ്രസക്തമാകുന്നത്. ഈ ഉമ്മത്തിൽ ഏറ്റവും തഖ്വയുള്ള മനുഷ്യനായി അള്ളാഹിൻ്റെ റസൂലിന് ശേഷം ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതിനടിവരയിട്ടുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ സൂക്തമുണ്ടല്ലോ. സൂറത്തുൽ ലൈലിലെ 17 മുതൽ 20 ആയത്ത് വരെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കൂട്ടുകാരനെ കുറിച്ചുള്ള പ്രതിപാദ്യമാണ്. വസയുജന്നബുഹൽ അത്ഖ അല്ലദീ യുഅ്തി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യർദാ. ധാരാളം അടിമകളെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മോചിപ്പിക്കുകയും ഒരുപാട് ആളുകൾക്ക് സമ്പത്ത് കൊണ്ട് സഹായിക്കുകയും ചെയ്തിരുന്നു എന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ആ കാരണം കൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ നിന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ശക്തിയോടുകൂടി അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം തൻ്റെ സമ്പത്ത് അതിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹത്തിന് ഒരാളെയും പ്രീണിപ്പിക്കേണ്ട അല്ലെങ്കിൽ ബോധിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അത് ചെയ്തത് എന്ന് വിശുദ്ധമായ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു. ഇവിടെ വിശുദ്ധമായ ഖുർആൻ ഉപയോഗിച്ച പദം വസയുജന്നബു ഹൽ അത്ഖ, അത്ഖയായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ എന്ന പദം, ആ പദമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഉപയോഗിച്ചത്. വിശുദ്ധനായ റസൂലിൻ്റെ
ഏറ്റവും അടുത്ത സന്തത സഹചാരി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് ആയത്തിറങ്ങിയത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഈ ഒരു വലിയ മഹത്വത്തിന്, മഹോന്നതിക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാത്രീഭൂതനായത്? എങ്ങനെയാണ് അതിന് കാരണക്കാരനായത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എല്ലാ നിലക്കും കൂട്ടുകാരനായി കൂടെ നിന്നു എന്നുള്ളത് കൊണ്ടാണ്. തൻ്റെ ഹൃദയത്തിൽ രൂഢമൂലമായ ഈമാനും ഇസ്ലാമിൻ്റെ വിശ്വാസവും അദ്ദേഹത്തെ സഹായിച്ചു. മഹാനായ അബൂബക്കർ ബിൻ അയ്യാഷ് എന്നവർ പറയുകയാണ്, മാ സബഖഹും അബൂബക്കർ ബികസറത്തി സ്വലാത്തിൻ വലാ സിയാം വലാക്കിൻ ബിഷൈഇൻ വുഖിറ ഫീ ഖൽബി. തൻ്റെ ഹൃദയത്തിൽ, തെളിമയാർന്ന ഹൃദയത്തിൽ രൂഢമൂലമായ എന്തോ ഒന്നു കൊണ്ടു മാത്രമാണ് സിദ്ദീഖ് എന്നവർ മറ്റുള്ള എല്ലാവരേക്കാളും മികച്ചവനായത്. അല്ലാതെ മറ്റുള്ളവരേക്കാൾ കൂടുതൽ നിസ്കാരമോ നോമ്പോ മറ്റു കാര്യങ്ങളോ കർമ്മങ്ങളോ കൊണ്ടല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ശുദ്ധി കൊണ്ടാണ് മറ്റുള്ളവരേക്കാൾ അദ്ദേഹത്തിന് സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പറയപ്പെടാറുള്ളത്, സ്വഹാബത്തിൻ്റെ ഇടയിൽ പറയപ്പെടാറുണ്ടായിരുന്നത്, ലൗ വുസിന ഈമാനു അബീബക്കർ ബി ഈമാനി അഹ്ലിൽ അർളി ലറജഹ. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ഈമാൻ ഒരു തുലാസിലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ മറ്റൊരു തുലാസിലുമായി വെച്ചാൽ അവിടെ ഈമാനു അബീബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ അവിടെ ഭാരമേറും എന്ന് അവർ പറഞ്ഞിരുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യ് വരുമ്പോൾ എഴുതുവാൻ ഏൽപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര്. അവിടെ കുറേയധികം ആളുകൾ കാത്തിബുൽ വഹ്യ് ആയി റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അതിൽ പ്രധാനികളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, വആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ഇബ്നു സഈദ് ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു, ഹല്ലലത്ത് ഇബ്നു റബീഅ് അൽ അസ്ദി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, ശുറഹ്ബീൽ ഇബ്നു ഹസന റളിയല്ലാഹു അൻഹു. ഇവരെല്ലാവരും കുത്താബുൽ വഹ്യ് എന്നറിയപ്പെടുന്ന ആളുകളാണ്. ഇതിൽപ്പെട്ട പ്രധാനിയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ദുനിയാവിൻ്റെ കാര്യത്തിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരിത്യാഗത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം തൊഴിലായ കച്ചവടം, ആ കച്ചവടത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെടുന്ന ഒരു രംഗമുണ്ട്. വതവല്ലൽ ഖിലാഫത ഫതഹബ ഇല സൂഖി യബീഉ വയക്തസിബ്. വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെയായി ചന്തയിലേക്ക് പോകുന്ന മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഫലഖിയഹു ഉമർ റളിയല്ലാഹു അൻഹു വഅലാ യദൈഹി അബ്റാദ്. തൻ്റെ കയ്യിൽ കുറേ പുതപ്പുമായിട്ട് കടന്നു പോവുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലനന്ത അന്നി തറക്തുൽ മഈശത ലിഅയാലി. എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള മഈശത്തിനെ, അവർക്ക് വേണ്ട ജീവിതോപാധിയെ ഞാൻ ഒഴിവാക്കിയെന്നാണോ താങ്കൾ കരുതിയത്? ഞാൻ കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, അങ്ങ് ഇപ്പോൾ മുസ്ലിമീങ്ങളുടെ ഖലീഫയാണ്, അങ്ങേക്ക് ഒരുപാട് ചെയ്യുവാനുണ്ട്, അല്ലെങ്കിൽ അങ്ങേക്ക് അങ്ങയുടേതായ ഒരു വിഹിതം അങ്ങേക്ക് ബൈത്തുൽ മാലിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് എന്ന് പറയുകയും മഹാന്മാരായ സ്വഹാബത്തെ കിറാമുമായി കൂടിയാലോചിച്ച് ഒരു ദിവസത്തിൽ 2 ദിർഹം വീതം ബൈത്തുൽ മാലിൽ നിന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അവർ അനുവദിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തൻ്റെ മുഴുവൻ സമ്പത്തും ബൈത്തുൽ മാലിലേക്ക് വെക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തൻ്റെ വഫാത്ത് വന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അവിടുന്ന് കൽപ്പിക്കുകയാണ്, പറയുകയാണ്, എൻ്റെ എല്ലാ സമ്പത്തും മുസ്ലിമീങ്ങളുടെ ഖജനാവിൽ നിന്ന് വന്ന ബാക്കിയുള്ളത് മുഴുവനും അത് തിരികെ ബൈത്തുൽ മാലിലേക്ക് തന്നെ നിങ്ങൾ കൊടുക്കണമെന്ന്. എത്രത്തോളം തഖ്വയും എത്രത്തോളം വറഉം സൂക്ഷ്മതയും തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചത് എന്ന്
ഈ സംഭവത്തിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഏറ്റവും വലിയ ധീരനും ദൃഢചിത്തനുമായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് സംഭവിക്കുന്ന സന്ദർഭം മുസ്ലിം ലോകം, സഹാബത്തെ കിറാം ഒന്നടങ്കം അള്ളാൻ്റെ റസൂലിൻ്റെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ വിഭ്രതിയിൽ നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ എല്ലാവരും പരിഭ്രാന്തരായി ഭ്രമചിത്തരായി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴറുന്ന സന്ദർഭത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുഖാമുഖം നോക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയും അവരെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ലോകഹൃദയരായിരുന്ന പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അധികമാകാത്ത പല ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ തുടങ്ങിയ സന്ദർഭത്തിൽ ആ ഘട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായ ഉടൻ തന്നെ ആളുകൾ പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കുന്ന രംഗമുണ്ട്. ധീരനായി സ്ഥിരതയുള്ള ഹൃദയത്തിൻ്റെ ഉടമയായി പരിഭ്രാന്തിയില്ലാതെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിക്കുകയാണ്. മൻ കാന യഅ്ബുദു മുഹമ്മദ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി ഇതാ വഫാത്തായിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെയാണ് യഥാർത്ഥത്തിൽ ആരാധിച്ചിട്ടുള്ളത് എങ്കിൽ അള്ളാഹു ഹയ്യുൻ ലാ യമൂത്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും ഒരിക്കലും മരണം ഏൽക്കാത്തവനുമാണ്. ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിന് വേണ്ടി നമ്മൾ ആരാധന അർപ്പിക്കുക. അള്ളാൻ്റെ റസൂൽ വഫാത്ത് വരിച്ചിരിക്കുന്നു, നമ്മളത് ഉൾക്കൊണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു തആല അൻഹു പോലും ആരെങ്കിലും നബി വഫാത്തായി എന്ന് പറഞ്ഞാൽ അവൻ്റെ കൈകാലുകൾ ഞാൻ വിച്ഛേദിക്കുമെന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു, ഏറ്റവും ധീരനായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഉമർ റളിയല്ലാഹു അൻഹു പോലും അവിടെ നിൽക്കുമ്പോൾ അതിനേക്കാൾ ധീരനാണ് താനെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാതെ വിളിച്ചു പറയുകയാണ്. അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും ആ വാക്കുകൾ കൊണ്ട് പിടിച്ചു നിർത്താൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധ്യമായി എന്നുള്ളതാണ്. അവിടുന്ന് വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരായത്ത് കൂടി ഓതി വെച്ചു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഅഖാബിക്കും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ ഫസയജ്സില്ലാഹു ശാകിരീൻ. വിശുദ്ധമായ സൂറത്തു ആലി ഇംറാനിൻ്റെ 144-ാമത്തെ ആയത്ത്. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ഒരു റസൂൽ മാത്രമാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. ആ റസൂലിന് മുമ്പും ഒരുപാട് പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട്. ആ പ്രവാചകൻ മരണപ്പെടുകയോ വഫാത്താവുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്താൽ റസൂലുള്ളാഹി തങ്ങൾ വഫാത്താവുകയാണ് ചെയ്തത്. പിന്നീട് ഈ ആയത്ത് മുമ്പേ ഇറങ്ങിയ ആയത്താണല്ലോ. നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ മുമ്പുണ്ടായിരുന്ന വിശ്വാസത്തിലേക്കും നിങ്ങൾ മുമ്പുണ്ടായിരുന്ന രീതിയിലേക്കും നിങ്ങൾ മാറുകയാണോ? ആരെങ്കിലും അങ്ങനെ വിശ്വാസം കൈയൊഴിഞ്ഞു പോകുകയാണ് എങ്കിൽ ഫലൻ യദുറല്ലാഹ ശൈഅ, അള്ളാഹുവിനതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അള്ളാഹു നന്ദി കാണിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവനാണ് എന്നുള്ള ആയത്ത് ഓതി കേൾപ്പിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് സ്വഹാബത്തിന് തങ്ങളുടെ ആ ഒരു വലിയ അപകടം നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് മോചനം ലഭിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മുർത്തദ്ദായി കുറേ ആളുകൾ പോകുമ്പോൾ അവർക്കെതിരെയും സക്കാത്ത് കൊടുക്കാൻ തയ്യാറാവുകയില്ല എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെയും സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കുകയാണ്, യാ ഖലീഫത്ത് റസൂലില്ലാ തഅല്ലഫിന്നാസ്, ജനങ്ങളോട് അല്പം കരുണയോടുകൂടി പെരുമാറിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവാണ് ചോദിക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് തിരിച്ചു മറുപടി പറയുകയാണ്, അലാമ അതഅല്ലഫുഹും അഅലാ ദീനിൻ മുഫ്തറ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം നടന്ന സംഭവ വികാസങ്ങളിൽ
ദൃഢചിത്തതയോടുകൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധീരനാണ് എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. അതിൽപ്പെട്ട ഒന്നാണിത്. അവരുണ്ടാക്കി വച്ച എന്തെങ്കിലും ദീനിൻ്റെ, അവരുണ്ടാക്കിയ കെട്ടിച്ചമച്ച ദീനിൻ്റെ കാര്യത്തിലാണോ ഞാൻ അവരോട് സഹവർത്തിത്വത്തോടുകൂടി പെരുമാറേണ്ടത്? അവരുണ്ടാക്കി വച്ച അവർ പിന്നീട് അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം അവർ മുർത്തദായിട്ട് കടന്നു പോകുമ്പോൾ അതിലാണോ ഞാൻ അവരോട് സൗമ്യനായി പെരുമാറേണ്ടത് എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുകയാണ്. ഹിജ്റയുടെ സന്ദർഭത്തിൽ താൻ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഗുഹയിലിരിക്കുമ്പോൾ മാളത്തിൽ പാമ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിട്ട് പോലും തൻ്റെ കാൽ വിരൽ കൊണ്ട് അത് അമർത്തിപ്പിടിക്കുകയും പാമ്പിൻ്റെ കടിയേറ്റിട്ട് പോലും ആ കാൽപാദം അവിടെ നിന്ന് ഉയർത്താതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചെറിയ മയക്കത്തിൽ നിന്ന് നബിയെ ഉണർത്തണ്ട എന്ന് കരുതി അവിടുന്ന് ആ വേദന സഹിച്ചുകൊണ്ട് കഴിയുന്ന സന്ദർഭവും നമുക്കറിയാം. കണ്ണുനീർത്തുള്ളികൾ നബി തങ്ങളുടെ കവിൾത്തടത്തിലൂടെ ഒഴുകിയിറങ്ങിയപ്പോഴാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞെട്ടി ഉണരുന്നത്. ആ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിയുന്ന മറ്റൊരു സന്ദർഭമാണ്. ആ ഏറ്റ വിഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഉമിനീര് കൊണ്ട് ഇറങ്ങിപ്പോയതും നാം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നാളെ സുഖലോക സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചു കൂടുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്കടുത്ത ഭാഗത്തിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു നാഫിയായ ഇൽമ് നൽകുമാറാകട്ടെ. വിശുദ്ധമായ റമളാൻ നമുക്കേവർക്കും അള്ളാഹു അനുകൂലമാക്കി സാക്ഷി നിർത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. رجال عشرة خير الناس بعد الرسل كرام بررة أبو بكر عمر وعثمان وعلي وسعيد وسعد طلحة والزبير وعامر وابن العوف تمام العشرة.